പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടക്കം മുതൽ തന്നെ കർത്തൃമേശ നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ടാവാം പാട്ടുകളിലാണെങ്കിലും തുടക്കത്തിൽ സഹോദരന്മാർ സംസാരിച്ചപ്പോഴൊക്കെയും ആണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം തീർച്ചയായിട്ടും കാൽവറി ക്രൂശ് കാണിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെയാണ്. അതിൻ്റെ ഒരു സ്മാരക ശുശ്രൂഷ എന്നുള്ള നിലയിൽ കർത്തൃമേശ നടക്കുമ്പോൾ അവിടെയും നമ്മൾ ആത്യന്തികമായിട്ട് കാണുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അത് ചിന്തിക്കും തോറും അത് കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും നമുക്ക് ഫ്രഷായിട്ട് വരും, കൂടുതൽ സജീവമായിട്ട് വരും. ദൈവത്തിന് നമ്മളോടുള്ള ഒരു ബന്ധം അതൊരു കേവലം 2 2 4 പറയുന്നത് പോലെ ഒരു കണക്ക് കൂട്ടിയുള്ള ഒരു പരിപാടിയല്ല. മറിച്ച് ഒരു സ്നേഹബന്ധമാണ്, ഒരു സ്നേഹബന്ധമാണ്. ആ സ്നേഹം എങ്ങനെയാ? പല വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എങ്കിലും അവിടുന്ന് വലിയവനായ ദൈവം നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ അവിടുന്ന് കാണുമ്പോൾ നമ്മളോട് അലിവും വാത്സല്യവുമാണ് അവിടത്തേക്ക് തോന്നുന്നത്. വലിയവനായ ദൈവം മനുഷ്യനോ 70 അല്ലെങ്കിൽ ഏറെയായാൽ 80 വർഷം കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. നമ്മൾ ആ നിലയിൽ ദൈവം ഈ കൊച്ചു ജീവിതം നയിക്കുന്ന കൊച്ചു മനുഷ്യർ അവര് വിശ്വാസത്താൽ തൻ്റെ മക്കളുമായിരിക്കുമ്പോൾ അവരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നോക്കുന്നതിനെ കുറിച്ച് പല വാക്യങ്ങൾ നമുക്ക് കാണാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിലെ 78-ാം സങ്കീർത്തനത്തിലെ കർത്താവ് മനുഷ്യനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് എന്ന് ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം കണ്ടോ? അതിൻ്റെ 78-ാം സങ്കീർത്തനം അതിൻ്റെ 39-ാം വാക്യം, അവർ ജഡമത്രേ എന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. ആരുടെ കാര്യം ഈ പറഞ്ഞേക്കുന്നത്? മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. മനുഷ്യൻ അവൻ ദൈവം നോക്കുമ്പോൾ അവൻ വെറും ജഡമാണ്, ഈ ശരീരമാണ്. അവൻ ജഡമത്രേ എന്ന് മാത്രമല്ല, മടങ്ങി വരാത്ത കാറ്റ്, എ പാസിംഗ് ബ്രീസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് കാണുന്നത്. ഒരു കാറ്റ് അങ്ങോട്ട് പോയി, ഒരാള് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതുപോലെ ഇപ്പൊ മലയാളത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നത്, ആളിന്റെ കാറ്റ് പോയി എന്നാ പറയുന്നത്. കാറ്റ് പോയി, കാറ്റാ, മടങ്ങി വരാത്ത കാറ്റ് പോലെ. ഇത്രയേ ഉള്ളൂ. ദൈവം നോക്കുക, അതിന്റെ മുകളിലത്തെ വാക്യം നോക്കുക. മുകളിലത്തെ വാക്യത്തില് ദൈവം ഈ ആളുകളോട് കരുണയുള്ളവനാണ്, അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. 38-ാമത്തെ വാക്യത്തിന്റെ തുടക്കം അങ്ങനെ വായിക്കുന്നത്. അങ്ങനെ ദൈവം കരുണയോടെ ക്ഷമയോടെ നമ്മളെ നോക്കുമ്പോൾ അവിടുന്ന് വാത്സല്യത്തോടെ മനസ്സിലാക്കുന്നു, എ പാസിംഗ് ബ്രീസ്, കടന്നു പോകുന്ന ഒരു കാറ്റ് മാത്രമാണ്, വളരെ ഒരു കൊച്ചു ജീവിതം, പാവം മനുഷ്യർ എന്നുള്ള നിലയിൽ ദൈവം ഇവരെ കാണുന്നതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ ഈ നിലയിലുള്ള വാക്യങ്ങൾ പല സങ്കീർത്തനങ്ങളിൽ കാണാറുണ്ട്. 103-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ പറയാറുണ്ടല്ലോ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നാം പൊടിയാണ് എന്ന് അവൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ ആയുസ്, ഇതിൻ്റെ ഒരു നിഷ്ഫലത വ്യക്തമാകുന്ന ഒത്തിരി സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്നത്. നമ്മുടെ എയർ ഇന്ത്യ വിമാനത്തിൽ കയറി ആളുകളൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും അത്രയും പേർക്ക്. പക്ഷേ അതൊന്ന് പറന്നുയരാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ എത്രയോ പേര് എ പാസിംഗ് ബ്രീസ്, ഒരു കടന്നു പോകുന്ന കാറ്റ് പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ കേവലം അവര് പൊടിയാണ് എന്ന് മനസ്സിലാക്കാവുന്നത് പോലെ ആ നിലയിൽ മനുഷ്യജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് നമുക്ക് കാണാവുന്ന ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇതിന്റെ മധ്യത്തില് വിശ്വാസികളായ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ മുമ്പിലുള്ള നാളുകളിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്ത വലിയവനായ ദൈവത്തോട് നമ്മൾ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമ്മളെ വാത്സല്യത്തോടെ നോക്കുന്ന, നമ്മളെ സ്നേഹത്തോടെ നോക്കുന്ന നമ്മുടെ പിതാവായ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മളോട് കരുണ തോന്നുന്ന, അവൻ പൊടിയാണ് എന്ന് ഓർക്കുന്ന, നമ്മുടെ പ്രകൃതം അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തോട് നമ്മൾ എന്തുള്ളവരായിരിക്കണം? സ്നേഹമുള്ളവരായിരിക്കണം. ഈ സ്നേഹത്തിന്റെ 2 തലങ്ങളാണ് ഈ കർത്തൃമേശ വിളിച്ചറിയിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് അവിടുന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരമായി. അതിന്റെ സ്മാരക ശുശ്രൂഷയാണ് ഇത്. മറുവശത്ത് ഈ കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മുടേതായ എളിയ നിലയിൽ ഈ കർത്താവിനെ സ്നേഹത്തിന് അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ നമുക്ക് തിരിച്ച് സ്നേഹിപ്പാൻ ദൈവം ഇടയാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനെ കൽപ്പനകൾ അനുസരിക്കുന്നു, ബാപ്റ്റിസം എടുത്ത് കർത്തൃമേശയിലെ പങ്കാളികളായി സഭയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ നമ്മുടെ സ്നേഹത്തിന്റെ പ്രതിസ്ഫുരണമാണ്. അങ്ങനെ 2 വശത്തുമുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, രണ്ടിനെയും കാണിക്കുന്നതാണ് ഈ കാര്യം. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നാ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഒക്കെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നോക്കുക. കർത്താവിൻ്റെ അടുത്ത് ഒരു വൈദികൻ വന്നിട്ട്, ഒരാൾ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് കർത്താവിനോട് ചോദിക്കുന്നു. 22-ന്റെ 37-ാമത്തെ വാക്യത്തില്. അപ്പോ കർത്താവ് എന്തോ ചെയ്യുന്നു? കർത്താവ് അതിന് മറുപടിയായിട്ട് പറയുന്നു. എന്താ? യേശു അവനോട്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. 2-ാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കണം, സഹോദരവൃന്ദത്തെ സ്നേഹിക്കണം, ഇതൊക്കെയാണ് കർത്തൃമേശയുമായിട്ടുള്ള ബന്ധത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടോ, അവിടെ എല്ലായിടത്തും കർത്താവ് പറഞ്ഞേക്കുന്നത് പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇത് കർത്താവ് പറയുന്നത് സത്യത്തിലെ പഴയ നിയമത്തിലെ ഒരു വാക്യം ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ ദൈവം പറയുന്നത്, മോശയിലൂടെ പറയുന്ന ആ ഭാഗം നമുക്കറിയാം. ഇസ്രായേലേ കേൾക്ക, 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 4-ഉം 5-ഉം വാക്യങ്ങൾ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മൾ ഈ വചനങ്ങളെയൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ ആവർത്തന പുസ്തകത്തിലെ ഇതേ വാക്യം തന്നെ കർത്താവ് ഇതാ മത്തായി എഴുതിയ സുവിശേഷം 22-ന്റെ 37 എടുത്ത് ഉദ്ധരിക്കുന്നു. ഒരാൾ ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ആവർത്തനം 6-ന്റെ 4-5 വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം, സഹോദരന്മാരെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ഇത് മത്തായിയിൽ മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷം നോക്കുക. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു ശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഏതാ വലിയ കൽപ്പന? ഉടനെ കർത്താവ് അവിടെ പറയുമ്പോ മർക്കോസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ഉണ്ടോ? നേരത്തെ ആവർത്തന പുസ്തകത്തിൽ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. മത്തായിയില് പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്. ഈ രണ്ടും കൂടെ ചേർത്ത് ഇവിടെ ഇതാ മർക്കോസ് രേഖപ്പെടുത്തിയപ്പം ആ 4 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ 4 കാര്യങ്ങൾ? പൂർണ്ണ ഹൃദയം,
പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. ലൂക്കോസും ഈ 4 കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ന്യായശാസ്ത്രി വന്ന് അപ്പോ കർത്താവ് അവനോട് ചോദിക്കുന്നു, ഏതാ പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അത് പറയുന്നത്. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്. നോക്കുക, നമ്മള് ആവർത്തനം 6:4-5, മത്തായി 22:37, മർക്കോസ് 12:30, ലൂക്കോസ് 10:27, ഇവിടെയൊക്കെ ആത്യന്തികമായിട്ട് നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മുടെ കർത്താവിനെ എങ്ങനെ വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ സ്നേഹിക്കണം. എല്ലാത്തിൻ്റെ കൂടെ പൂർണ്ണ 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 എന്ന് അതിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പൂർണ്ണ എന്ന് എവിടെങ്കിലും തുടക്കത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇല്ല, ഓരോന്നിനും പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്. അപ്പൊ നോക്കുക, അതിനെത്ര ഗൗരവമാണ് ദൈവവചനം കൊടുക്കുന്നത്. ഈ വാക്യങ്ങളെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും, അയ്യോ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വല്ലതും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയാണോ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാത്തത് കൊണ്ടാണോ മീറ്റിങ്ങുകൾക്കൊക്കെ വരുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, ചില നിലപാടെടുക്കുന്നു, വീട്ടുകാരൊക്കെ ബന്ധുക്കളുമൊക്കെ ആ നിലയിൽ ആയിരുന്നപ്പോൾ അവർ മധ്യത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനായിട്ടൊരു നിലപാടെടുത്തു? തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു ഒഴികഴിവും തരാതെ ഈ 4 തലങ്ങളിലും അതിനോടെല്ലാം ചേർന്ന് പൂർണ്ണത 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 എന്ന് പറയുമ്പോൾ ആ നിലയിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു കുറ്റബോധം ആർക്കെങ്കിലും തോന്നാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മള് ക്രിസ്തീയ ജീവിതം സത്യത്തിലെ കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതമാണ്. അപ്പൊ തന്നെ ഈ കേവലം നമ്മള് ഈ ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം അതിനെ അടിസ്ഥാനമാക്കി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവെ എനിക്ക് പലപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അനാവശ്യമായ ഒരു കുറ്റബോധത്തിൽ കർത്താവ് തൻ്റെ മക്കൾ വീഴണം എന്ന് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് പലതിലും കുറവുണ്ട്. പൂർണ്ണ ശക്തിയില്ല, അല്ലെങ്കിൽ പൂർണ്ണ മനസ്സില്ല, പൂർണ്ണ ഹൃദയമില്ല. കുറവ് പലയിടത്തുണ്ട്. ശക്തിയിലും മനസ്സിലും ആത്മാവിലും ഒക്കെ നമുക്ക് കുറവുണ്ട്. പക്ഷേ നമ്മൾ ഈ എഴുതപ്പെട്ട വചനത്തിനപ്പുറത്ത് നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത് അതാണല്ലോ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നമ്മുടെ പ്രകൃതം അറിയാം, പ്രകൃതിയെ അറിയുന്നു. എന്നിട്ട് എന്തോ ഓർക്കുന്നു? ആ പൊടിയാണെന്ന് ഓർക്കുന്നു. അല്ലെങ്കിൽ 78-ാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവര് കടന്നു പോകുന്ന ഒരു കാറ്റ് മാത്രമാണ്, കേവലം ഒരു ജഡമാണ് എന്നൊക്കെ കർത്താവ് നമ്മളെ നോക്കുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്തോ വേണം? ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ അങ്ങ് പറയുക, ആ ഒരു പേടി തോന്നിയാൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്ന, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കണം. കർത്താവ് എന്തോ ചെയ്യും? കർത്താവിന് നമ്മളെ മനസ്സിലാകും. ഈ ലോകത്ത് ആർക്കും മനസ്സിലായില്ലെങ്കിലും കർത്താവിന് നമ്മളെ മനസ്സിലാകും. ഞാൻ പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് അപ്പോസ്തലനായ പത്രോസിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ആളുകളെ അവരുടെ എല്ലാ അപൂർണതയോടും കൂടെ മനസ്സിലാക്കുകയും ആ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വരാൻ സ്നേഹത്തോടെ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ചിത്രം വളരെ ഭംഗിയായിട്ട് യോഹന്നാൻ 21-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
ഈ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ? കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റിട്ട് മറിയത്തിന് പ്രത്യക്ഷമായി, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷമായി, തോമസിന് പ്രത്യക്ഷമായി, ഇങ്ങനെയെല്ലാം പലർക്ക് പ്രത്യക്ഷമായി. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാ ഒരു ദിവസം എന്താ? യോഹന്നാൻ 21 നോക്കുക. ഒരു ദിവസം ഈ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ പത്രോസ്, അതിന്റെ 3-ാമത്തെ വാക്യം, ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി ശിഷ്യന്മാരും പറഞ്ഞു, എന്നാ ഞങ്ങളും വരാം എന്ന് പറഞ്ഞു. അവര് മീൻ പിടിക്കാൻ പോയി. പോയപ്പോ കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് ഇവര് വരേണ്ട സമയത്ത് ആ കടൽ തീരത്ത് അവരെ കാത്തു നിന്നു എന്ന് തന്നെ നമ്മളവിടെ കാണുന്നു. നോക്കുക, അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. കർത്താവ് കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നിട്ട് കർത്താവ് എന്തോ ചെയ്തു? കാത്തു നിൽക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി അതിന്റെ 9-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നത്, അവർക്ക് വേണ്ടി, ഈ കടലിൽ പോയി അധ്വാനിച്ചു വരുന്ന ഇവർക്ക് വേണ്ടി തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇതെവിടുന്നാ കർത്താവിന് കിട്ടിയത്? എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് തന്നെ ഉണ്ടാക്കിയതാണോ? നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തന്റെ പാവപ്പെട്ട ശിഷ്യന്മാര് രാത്രി മുഴുവൻ അധ്വാനിച്ചു വരുമ്പോ അവർക്ക് വേണ്ടി എന്ത് ഉണ്ടാക്കി വെച്ചു? അപ്പവും മീനും ഒക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ആ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് പത്രോസിനോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പത്രോസ് നമുക്കറിയാം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു രംഗത്തൂടെ കടന്നുപോയി വന്ന ഒരാളാണിപ്പോൾ. എന്താ? കർത്താവായ യേശുവിനെ അവിടെ ക്രൂശിക്കുന്ന ആ രംഗത്ത് എന്താ? കർത്താവിൻ്റെ പ്രിയ ശിഷ്യൻ എന്നുള്ള നിലയിലൊക്കെ താനെ പെരുമാറുമെന്നൊക്കെ നേരത്തെ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഞാൻ ഒരിക്കലും കർത്താവെ നിന്നെ തള്ളി പറയുകയില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ കാര്യത്തോടടുത്തപ്പോ ഒരു ബാല്യക്കാരിത്തയുടെ മുമ്പിൽ 2 വട്ടം തള്ളി പറഞ്ഞു. പിന്നീട് 3-ാമതൊരു വട്ടം പ്രാകുവാനും ആണയിടുവാനും. ആരെയാ പ്രാകിയത്? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പ്രാഗി ആണയിട്ട് എനിക്ക് ഈ നസ്രായനെ അറിഞ്ഞുകൂടാ എന്ന് തീർത്തും നിഷേധിച്ച് ജീവിതത്തിലെ ഏറ്റവും താൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലൂടെ ഒക്കെ കടന്നുപോയി കഴിഞ്ഞ് കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷമായി. പല രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കിവിടെ തന്നെ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ ഉള്ള രംഗങ്ങളിലൊക്കെ പത്രോസിനോട് ഈ കാര്യം ഒന്നും ചോദിക്കുന്നില്ല. ഏത് കാര്യം? പത്രോസേ, നീ എൻ്റെ പ്രിയ ശിഷ്യനാണെന്നും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയില്ലെന്നും ഒക്കെ വീരവാദം മുഴക്കിയ നീ, എന്നിട്ടും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്നെ തള്ളിപ്പറഞ്ഞല്ലോ. നോക്കുക, കർത്താവും ഇത് കേൾക്കാവുന്ന അകലത്തിലൊക്കെയാണ് നിൽക്കുന്നത്. കൈകൾ കെട്ടപ്പെട്ടവനായിട്ടും ഒക്കെ അവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഈ പത്രോസ് ഈ നിലയിൽ തള്ളി പറയുന്നതും ഒക്കെ കർത്താവിനും ഒരു പക്ഷേ കേൾക്കാൻ കഴിയും. അങ്ങനെ കേട്ട് കർത്താവ് പിന്നീട് ഇവനെ കണ്ടുമുട്ടിയ രംഗത്ത് ഒരിടത്തും പത്രോസ് നീ എന്താ അങ്ങനെ ഒന്ന് പെരുമാറിയത് എന്താ എന്ന് ചോദിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. മറിച്ച് ഈ 21-ാം അധ്യായത്തിൽ വരുമ്പോ അവനോട് എന്തോ ചെയ്യുന്നു? അവൻ ഇങ്ങോട്ട് ക്ഷമ ചോദിച്ചില്ലെങ്കിലും അവനോട് ക്ഷമിക്കാൻ കർത്താവ് മുൻകൈ എടുക്കുന്നു. അവന്റെ കുറ്റബോധം മനസ്സിലാക്കി അവനെ യഥാസ്ഥാനപ്പെടുത്താൻ കർത്താവ് നീക്കം നടത്തുന്നു. എന്നിട്ട് കർത്താവ് അവിടെ അതിനുവേണ്ടി അവിടെ കാത്തു നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവന് വേണ്ടിയ ഭൗതികമായ ആവശ്യങ്ങൾ, അപ്പവും മീനും, അതൊക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു?
അത് കഴിഞ്ഞിട്ട് അവനോട് 3 വട്ടം ചോദിക്കുന്നു. ഇതാ 21-ാം അധ്യായത്തില് അതിന്റെ 15, 16, 17 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? പത്രോസിനെ പ്രത്യേകം വിളിച്ചു പറയുന്നു, ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യത്തെ 2 ചോദ്യത്തിനും പത്രോസ് പറയുന്നു സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പം പ്രിയമുണ്ട് എന്നാണ് അവന്റെ മറുപടി. രണ്ടാമതും യേശു അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 16-ാം വാക്യം. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. 17-ാം വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കുകയിൽ പത്രോസ് ദുഃഖിച്ചു. ആ രംഗത്ത് അങ്ങനെ അവനെ ആ നിലയില് തന്നെ 3 വട്ടം തള്ളി പറഞ്ഞവനെ 3 വട്ടം സ്നേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നോക്കുക, പത്രോസിനെ പോലെ ഏറ്റവും പരാജയപ്പെട്ടു പോയ ഒരാളെ പോലും കർത്താവ് എങ്ങനെയാ നേടുന്നത്? സ്നേഹത്തിലാ നേടുന്നത്. അവനെ കണ്ടിട്ട് ശാസിച്ച്, എന്നാലും പത്രോസ് നീ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നല്ല, അതല്ല കർത്താവിന്റെ അപ്രോച്ച്. കർത്താവ് തൻ്റെ ഈ പ്രിയ ശിഷ്യന്റെ മാനസിക നില മനസ്സിലാക്കി. അവൻ അന്നേരം ആളുകളെ പേടിച്ച്, റോമൻ പടയാളികളെയും മഹാപുരോഹിതന്മാരെയും ഇവരെയൊക്കെ പേടിച്ച് പരസ്യമായിട്ട് ചോദിച്ചപ്പോ തള്ളി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന് കർത്താവിനോട് ഒരു നേരിയ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിയമുണ്ട് എന്നുള്ളത് കർത്താവ് കണ്ടിട്ട് അത് ഊതി കത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 21-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മളോടുള്ള ബന്ധത്തിലും കർത്താവ് ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഈ പുസ്തകത്തിലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്ന് വായിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിരുന്നാൽ, എന്റെയും നിന്റെയും ഹൃദയം കാണുന്ന കർത്താവ് പത്രോസിനെ അന്ന് യഥാസ്ഥാനപ്പെടുത്തിയെങ്കിൽ നമ്മുടെ അടുത്തേക്കും വന്ന്, മോനെ, മോളെ, നിന്നെ എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്നേഹവാനായ കർത്താവാണ്. ആ സ്നേഹത്തെ കാണുമ്പോൾ, ആ സ്നേഹം എങ്ങനെയാ കർത്താവിനുള്ളത്? കർത്താവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇവര് വെറും ജഡമാണ്, ഇവര് വെറും പാസിംഗ് ബ്രീസാണ്, കടന്നു പോകുന്ന കാറ്റാണ്, ഇവര് കേവലം പൊടിയാണ്, ഇവരുടെ പ്രകൃതം ഈ നിലയിലുള്ളതാണ് എന്ന് അറിഞ്ഞ് അതിനോട് താതാത്മ്യപ്പെട്ട് അത് ഉൾക്കൊണ്ട് അവര് എന്തെല്ലാം വന്നാലും അവരെന്റെ മക്കളാണ്, അവരെ നേടണം എന്നുള്ള നിലയിൽ നമ്മളെ തള്ളിക്കളയാത്ത ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നൊരു ധൈര്യം നമുക്കുണ്ടാകണം. ആ ധൈര്യം, അത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ കണ്ണുകളിൽ നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. എഴുതപ്പെട്ട വചനങ്ങളെക്കാളും അപ്പുറത്ത് കർത്താവിന്റെ ആ സ്വഭാവത്തെ മനസ്സിലാക്കി കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ നമുക്ക് നമ്മളെ ശാസിക്കാതെ, നമ്മളെ തള്ളിക്കളയാതെ, നമ്മളെ അകറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് നമ്മളെ നമ്മുടെ കുറ്റബോധങ്ങളെ അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന, നമ്മുടെ കണ്ണീരിനെ തുടച്ചു കളയാൻ ശ്രമിക്കുന്ന, നമ്മെ കൂടുതൽ സ്നേഹത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കർത്താവിന്റെ ഈ മനോഭാവത്തെ, ഇടപാടുകളെ നമുക്ക് കാണാൻ കഴിയും. ആ ഇടപാടുകളെ കാണേണ്ടതുപോലെ കണ്ടു കഴിയുമ്പോൾ എന്തോ തോന്നും നമുക്ക് സത്യത്തിൽ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. കണ്ടോ? എനിക്കിന്നു മുതൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം കൊണ്ടൊന്നും നമുക്ക് പലപ്പോഴും കർത്താവിനെ സ്നേഹിക്കാൻ ഒക്കുകയില്ല. മറിച്ച് എന്താ? കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ കാണുക. അതെപ്പോഴ്?
നമ്മളെല്ലാം 100% ഭംഗിയായിട്ട് ചെയ്തപ്പോൾ മാത്രമാണോ കർത്താവ് നമ്മെ സ്നേഹിച്ചത്? അല്ല. നമ്മൾ പത്രോസിനെ പോലെ നമ്മുടെ പ്രായോഗിക രംഗങ്ങളിൽ ചിലയിടത്ത് കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്നിട്ട് ഇതെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് മീൻ പിടിക്കാൻ പോവുക. നോക്കുക, പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാല്, ഈ അധ്യായത്തിൽ തന്നെ നോക്കിയ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാ? ഒന്ന്, യേശുവിനെ തള്ളി പറഞ്ഞു. ആ കാര്യം ഇതേവരെ കർത്താവുമായിട്ട് ക്രമീകരിച്ചിട്ടില്ല. ഈ തിബരിയാസ് കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഇതേവരെ ആ കാര്യം കർത്താവ് സംസാരിച്ചതായിട്ടോ കർത്താവിനോട് പത്രോസ് ഏറ്റു പറഞ്ഞതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം പത്രോസ് ഓടിച്ചെന്ന്, കർത്താവേ എനിക്കൊരു തെറ്റ് പറ്റി, ഞാനന്ന് നീ എന്നെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബാല്യക്കാര്യത്തിയുടെ മുമ്പിൽ വെച്ചും ഒക്കെ തള്ളി പറഞ്ഞല്ലോ, പ്രാകുകയും ആണയിടുകയും ഒക്കെ ചെയ്തല്ലോ. ഞാൻ നേരത്തെ എന്തോ വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് വീരവാദമൊക്കെ മുഴക്കിയവനാ. പക്ഷെ ഞാൻ ഇത്രയേ ഉള്ളു കർത്താവേ എന്നൊന്ന് ഏറ്റു പറയാൻ ഉള്ള ധൈര്യം പോലും പത്രോസിന് കിട്ടിയിരുന്നില്ല. ഇനിയിപ്പൊ ഏറ്റു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതുപോലാണ് ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളി പറഞ്ഞത്, ഇനിയിപ്പം അവന്റെ അടുത്ത് നിന്ന് എനിക്കൊരു കരുണയും കിട്ടുകയില്ല എന്നുള്ള നിലയിൽ ഒരു കുറ്റബോധത്തിൽ അങ്ങ് വല്ലാതെ വീണുപോയ ഒരു പത്രോസാണ്. ആ പത്രോസ് അതുകൊണ്ട് തന്നെ യേശുവിനെ പിന്നീട് കണ്ട രംഗങ്ങളിലൊക്കെ നോക്കുക. ഏതൊക്കെ രംഗങ്ങളിൽ യേശുവിനെ കണ്ടു? നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ കർത്താവിന്റെ കല്ലറയിൽ ചെന്നപ്പോഴാണ് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടത്. അവൾ അന്നേരം ഓടി ശിമോൻ പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്ത് ചെല്ലുന്നു. യോഹന്നാനും ശിമോൻ പത്രോസും കൂടെ ചെന്ന് ഈ കല്ലറ തുറന്നു കിടക്കുന്നതും ആ ശീലകള് അവിടെ കിടക്കുന്നതും ഒക്കെ കാണുന്നു. അത് കണ്ടിട്ട് അവര് പോരുന്നു. എന്നാൽ മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. യേശു എന്ത് ചെയ്തു? ആ മറിയയ്ക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ, അതിന്റെ 19-ാം വാക്യം നോക്കുക. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ, 20-19, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരുമുണ്ട്? പത്രോസുമുണ്ട്. പക്ഷെ പത്രോസിനോട് നേരിട്ട് സംസാരിച്ചതായിട്ടോ പത്രോസ് നേരിട്ട് കർത്താവുമായിട്ട് സംസാരിച്ചതായിട്ടോ നമ്മൾ കാണുന്നില്ല. കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങള് പോയി ആളുകളുടെ പാപങ്ങൾ മോചിക്കാനും ഒക്കെ നിങ്ങൾക്ക് അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു വലിയ ഒരു ദൗത്യം നൽകി അവരോട് സംസാരിച്ച് പോരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നീട് കർത്താവിന്റെ അടുത്ത പ്രത്യക്ഷത എവിടെയാണ്? ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തോമസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി അതിന്റെ 20-26 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. കർത്താവ് അവിടെ വന്ന് അവരുടെ നടുവിൽ നിന്ന് തോമസിനെ പ്രത്യേകം നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് തോമസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന രംഗം. അപ്പൊ നോക്കുക, നമ്മൾ എത്ര ഭാഗങ്ങൾ കണ്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് രാവിലെ പ്രത്യക്ഷമായി. അന്ന് വൈകുന്നേരം ശിഷ്യന്മാര് കൂടിയിരുന്നവർക്ക്, പത്രോസ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യക്ഷമായി. രാവിലെ മഗ്ദലക്കാരി മറിയ ഇത് പറഞ്ഞപ്പം പത്രോസും യോഹന്നാനും ഓടിച്ചെന്ന് കല്ലറ തുറന്നിരിക്കുന്നതും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് ഇവരൊക്കെ വീണ്ടും അന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വൈകുന്നേരം, 19-ാം വാക്യം അങ്ങനെ പറയുന്നത്, നേരം വൈകിയപ്പോൾ അവരോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ ദിദിമോസ് എന്ന തോമസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി 8 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ശിഷ്യന്മാരുടെ അടുത്ത് വന്നതായിട്ട് 26-ാം വാക്യം പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ രംഗങ്ങളിലൊന്നും പത്രോസ് നേരിട്ട് സംസാരിക്കുകയോ പത്രോസിനോട് നേരിട്ട് കർത്താവ് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ പത്രോസിന് എന്തുണ്ട്? ഉള്ളിന്റെ ഉള്ളിൽ കർത്താവ് തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ
എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പില്ല. അങ്ങനെ ഇരിക്കെയാണ് 21 അധ്യായത്തിൽ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ രംഗം നമ്മൾ കാണുന്നത്. അവിടെ എന്താ? അവിടെ വെച്ച് യേശു ഇവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് താന് പ്രത്യക്ഷമാകുക തന്നെയല്ല, നമ്മൾ അവിടെ പറഞ്ഞതുപോലെ കർത്താവ് രാത്രി മുഴുവൻ അവരെ കാത്തു നിൽക്കുന്ന പോലെ. പുലർച്ചെയായപ്പോൾ, 4-ാമത്തെ വാക്യം, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. എന്നിട്ട് അവർക്ക് അപ്പവും മീനും വെച്ചു. എന്നിട്ട് പിന്നെ പത്രോസിനെ മാറ്റി നിർത്തി, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, എന്നോട് പ്രിയമുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന രംഗങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ കാത്തു നിന്നു. പുലർച്ചെ ആ കടൽക്കരയില് കാത്തു നിന്നു എന്ന് കാണുമ്പോ നമ്മള് സത്യത്തില് ഉത്തമഗീതത്തിലെ ഒരു വാക്യം ഓർത്തു പോകും. ഉത്തമഗീതം അതിൻ്റെ അവിടെ തൻ്റെ കാന്തയെ കാത്തു നിൽക്കുന്ന ആ കാന്തന് സംഭവിച്ച കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഉത്തമഗീതം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. എന്താ അവിടെ അവൻ ആ കാന്തയ്ക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുമ്പോ എന്താ കാണുന്നത്? അവിടെ അവൻ പുറത്തു നിന്ന് അവളുടെ വാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. അപ്പൊ അവളെവിടാ? അവള് മുറിക്കകത്താ. അവനെവിടാ? അവൻ പുറത്താ. പക്ഷെ പുറത്തു നിന്ന് മുട്ടി കൊണ്ട് നിൽക്കുമ്പം അവൻ പറയുക, എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു എന്നവിടെ പറയുക. സത്യത്തിൽ ഇത് ഈ കടൽക്കരയിലെ പത്രോസിനെയും ഈ ശിഷ്യന്മാരെയൊക്കെ കാത്തു നിന്ന കർത്താവിനും ബാധകമല്ലേ? കർത്താവും അവിടെ കാത്തു നിന്നിരുന്നപ്പോ തീർച്ചയായിട്ടും താനെ ആ മഞ്ഞുമൊക്കെ കൊണ്ട് നിൽക്കുക. കണ്ടോ എന്തിനാ നിന്നത്? പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്നും താൻ സ്നേഹിക്കുന്ന, എന്നാൽ ഒരു കുറ്റബോധത്തിൽ വീണ, അത് കർത്താവുമായിട്ട് സെറ്റിൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത ഒരുവനോ ഒരുവളോ ആണ് നീയും ഞാനുമെങ്കിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കും. അവിടത്തേക്ക് എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാം. രണ്ടാമത് എന്താ കാണുന്നത്? രണ്ടാമത് അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ മനസ്സിലാക്കി. എന്താ? അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ്, അവർക്ക് ഭൗതികമായ വിശപ്പ് കാണും എന്ന് മനസ്സിലാക്കി അവരുടെ വിശപ്പിന് ഉള്ള അപ്പവും മീനും കരുതി വെക്കുന്നു. കണ്ടോ, അവിടെയും കർത്താവിന് അവരോടുള്ള ചിന്തയാ കാണുന്നത്. മൂന്നാമതാണ് ഇതാ 21-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ കാണുന്ന ആ കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്തൊക്കെയാ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പം അവൻ എന്താ പറയുന്നത്? അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് പ്രിയമുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഗ്രീക്കില് നമ്മൾ ഈ കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ. ഗ്രീക്കിലെ സ്നേഹത്തിന് 3 വാക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഉദാത്തമായ വാക്ക്, ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് അഗപ്പേ ലവ് ആണ്. കർത്താവ് ഇവനോട് ചോദിച്ചത്, പത്രോസേ, നിനക്ക് എന്നോട് അങ്ങനെ ത്യാഗപരമായ ഒരു അഗപ്പേ ലവ് ഉണ്ടോ? അപ്പൊ പത്രോസ് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി. എനിക്കോ? ഈ കർത്താവിനോട് എനിക്ക് അഗപ്പേ ലവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഇവനെ തള്ളി പറയുകയില്ലായിരുന്നല്ലോ. ഈ അഗപ്പേ ലവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ ഇരുന്നപ്പം, ഇനി നമുക്ക് ഈ പരിപാടിയൊന്നും വേണ്ട, മീൻ പിടിക്കാൻ പോകാം എന്നും പറഞ്ഞ് അവരെ പിന്മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ട് പോവുകയില്ലായിരുന്നല്ലോ. എന്നാ എനിക്ക് കർത്താവിനോട് ഒരു പ്രിയമുണ്ട്, സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടാനുള്ള ധൈര്യം അവനില്ല. അവൻ പറയുന്നു, കർത്താവേ, എനിക്ക് അഗപ്പേ ലവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, മറിച്ച് എന്തുണ്ട്? എനിക്ക് പ്രിയമുണ്ട്. ഈ ഗ്രീക്കിലെ 2 വാക്കുകൾ അഗപ്പേ ലവിന് സ്നേഹമെന്നും ഫീലിയോ എന്ന് പറഞ്ഞ അതിന് താഴെയുള്ള
ഒരു കൊച്ചു പ്രിയത്തിന് ഉപയോഗിക്കുന്ന ഫീലിയോ എന്നുള്ള വാക്കാണ് പത്രോസ് അങ്ങോട്ട് പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, പത്രോസെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? കർത്താവേ. അപ്പൊ അവന്റെ മനസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരിക. തള്ളി പറഞ്ഞു, ഇവരെ പിൻവലിച്ചുകൊണ്ട് ശിഷ്യത്വത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയി. ഇതൊക്കെ ഞാനാ ചെയ്തത്. സത്യത്തിൽ കർത്താവിനെ പിന്നീട് 2-3 വട്ടം കണ്ടപ്പോഴും പഴയ കാര്യങ്ങളൊന്നും ഏറ്റുപറയാനുള്ള ധൈര്യവും എനിക്കുണ്ടായില്ല. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ എങ്ങനെയാ കർത്താവിനെ ത്യാഗപരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടാൻ ഒക്കുന്നത്? അതുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് പ്രിയമുണ്ട്. ഉടനെ കർത്താവ് രണ്ടാമതും അവനോട് അവിടെ ചോദിക്കുന്നു. 21-16 വാക്യം നോക്കുക. അവിടെ കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് തന്നെ രണ്ടാമതും ചോദിക്കുന്നത്. അവിടെയും പത്രോസ് പറയുന്നു, എനിക്ക് പ്രിയമുണ്ട് എന്ന് പറയുന്നു. ഉടനെ 17 വാക്യത്തിൽ 3-ാമത്തെ ചോദ്യത്തിൽ കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് സ്നേഹം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് എന്താ? നിനക്ക് പ്രിയമുണ്ടോ, ഫീലിയോ എന്ന് വെച്ചാ അവൻ പറഞ്ഞ അതിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. സ്നേഹമുണ്ടോ? ഇല്ല, പ്രിയമുണ്ട്. സ്നേഹമുണ്ടോ? ഇല്ല, പ്രിയമുണ്ട്. 3-ാമത് ചോദിക്കുന്നു, പ്രിയമെങ്കിലും ഉണ്ടോ? ആ ചോദ്യത്തിന് മുമ്പാകെ പത്രോസ് എന്തോ ചെയ്തു? പത്രോസ് ആകെ തകർന്നു പോയി. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. നോക്കുക, ഇവിടെ പത്രോസിന്റെ ഒരു സത്യസന്ധത നമ്മൾ കാണണം. എന്തൊക്കെയാ? കർത്താവിൻ്റെ അടുത്ത് തനിക്ക് പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് അവന് കുറ്റബോധമുണ്ട്. അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. അവന് ആളുകളെ കൂട്ടിക്കൊണ്ട് മീൻ പിടിക്കാനായിട്ട് പഴയ തൊഴിലിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പോയി. കർത്താവിനോട് അഗപ്പേ ലവ് ഇല്ല, കേവലം പ്രിയമേ ഉള്ളൂ എന്നവൻ സമ്മതിക്കുന്നു. ഈ സത്യസന്ധത പത്രോസിനുണ്ട്. ഈ സത്യസന്ധതയാണ് സത്യത്തിൽ അവനെ സഹായിച്ചത്. പ്രിയമുള്ളവര്, നമ്മളെയും സഹായിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ നോക്കുമ്പം കർത്താവിനോട് വേണ്ട ഒരു സ്നേഹമില്ല. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, എല്ലാം പൂർണ്ണം. നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണതയില്ല, കുറവുണ്ട്. സ്നേഹമില്ല, അഗപ്പേ ലവ് ഇല്ല, പ്രിയമേ ഉള്ളൂ. പക്ഷെ അത്രയേ ഉള്ളെങ്കിൽ അത് സമ്മതിക്കുക. നേരത്തെ കർത്താവുമായിട്ട് പ്രതീക്ഷിക്കാത്ത മട്ടിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അടുത്ത് സമ്മതിക്കുക. അത് സമ്മതിക്കാൻ പോലും പത്രോസിന് ധൈര്യമില്ലാതെ വണ്ണം. കാര്യം, അത് പറഞ്ഞാൽ പോലും കർത്താവ് സ്വീകരിക്കുമോ എന്ന് അവന് ഉറപ്പില്ല. ആ പത്രോസിന്റെ അടുത്ത് അവന്റെ ടെമ്പറമെന്റ് അറിഞ്ഞ് ചെന്ന് ഇടപെട്ട് അവനെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ കർത്തൃമേശയ്ക്ക് മുമ്പ് ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ നിലയില് പത്രോസിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? നമ്മൾ പാരമ്പര്യത്തിൽ കേട്ടിട്ടുള്ളത്, അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണിത്. പിന്നീട് പത്രോസ് എഴുതിയ 1-2 ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2 ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെ പിന്നെ ചരിത്രമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ക്രിസ്തീയ പാരമ്പര്യത്തിൽ പറയുന്നത് പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ ഈ ക്രിസ്തീയ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇതാ ആ നിലയിൽ റോമൻ ചക്രവർത്തി പത്രോസിനെ ഒരു ദിവസം ബന്ദിയാക്കി. നേരത്തെ പത്രോസിനെ ജയിലിൽ അടച്ചപ്പോഴും ഒക്കെ ദൂതനും ഒക്കെ രക്ഷിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത്തവണ പത്രോസിനെ ആ നിലയിൽ തടവിലാക്കി. അന്ന് ഈ റോമൻ ചക്രവർത്തിമാര് ഈ 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ആയപ്പോൾ 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇത് പച്ച പിടിക്കരുത്, ഇത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ആളുകളെ രക്തസാക്ഷികളായിട്ട് കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ചിന്തിച്ച് അവർക്ക് പത്രോസിനെ പിടുത്തം കിട്ടി. പത്രോസിനെ പിടികൂടി അവര് കാരാഗ്രഹത്തിൽ അടച്ചു. എന്നിട്ട്
ഈ നിലയിൽ പത്രോസിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പോ ഇത് പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്. ചക്രവർത്തി പത്രോസിനെ വിളിപ്പിച്ചു. പത്രോസാണ് ഇവരുടെ കൂട്ടത്തിൽ ഒന്നാമൻ പത്രോസ് എന്ന് പറയുന്നത് പോലെ ഈ ശിഷ്യന്മാരിൽ ഒന്നാമനായിട്ട് ഒക്കെ ആളുകൾ കാണുന്നത് പത്രോസിനെ. അതുകൊണ്ട് ഈ പത്രോസിനെ എങ്ങനെ ക്രൂശിക്കണം, എങ്ങനെ കൊല്ലണമെന്ന് ചിന്തിച്ചപ്പോ ഈ ചക്രവർത്തി ചിന്തിച്ചു, ഇവനെ ക്രൂശിച്ച് തന്നെ കൊല്ലാം. കാര്യം ഇവന് ക്രൂശിക്കപ്പെട്ട ആ നസ്രായന്റെ പേരിലാണല്ലോ ഈ വലിയ ക്രിസ്തീയതയെല്ലാം പറയുന്നത്. അങ്ങനാണെങ്കിൽ പൗലോസിനെയൊക്കെ വാളുകൊണ്ട് കൊന്നു, അല്ലെങ്കിൽ ആ നിലയിലൊക്കെ കൊന്നെങ്കിൽ ഇവിടെ ഇതാ പത്രോസിനെ എങ്ങനെ കൊല്ലാനാ തീരുമാനിച്ചത്? ക്രൂശിച്ചു കൊല്ലാനാ തീരുമാനിച്ചത്. അപ്പോ ചക്രവർത്തി പത്രോസിനെ വിളിപ്പിച്ചു എന്നാണ് കഥ പറയുന്നത്. പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിനക്ക് മരണമാണ് മറ്റ് ക്രിസ്ത്യാനികൾക്കൊക്കെ ഉള്ളതുപോലെ നിനക്കും മരണമാണ് ഞാൻ വിധിക്കുന്നത്. നിനക്ക് മറ്റുള്ളവരെ പോലെ വാളുകൊണ്ടൊന്നും കൊല്ലുന്നില്ല, മറിച്ച് നിന്നെ എന്താ ചെയ്യാൻ പോവുക? ക്രൂശിക്കാൻ പോവുക. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ പത്രോസ് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോ ചക്രവർത്തി ഉള്ളി ചിരിച്ചു. ഇവൻ വലിയ ഒന്നാമത്തെ ശിഷ്യനാന്നൊക്കെ പറഞ്ഞാലും ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രകൃതമുള്ളവന്. ഇവനെ ക്രൂശിച്ചു കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അവൻ ഇതാ പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുമായിരിക്കും പറയാൻ പോകുന്നത്? എന്റെ പൊന്നു തിരുമേനി, ക്രൂശിച്ചു കൊല്ലുന്നത് എന്നോട് കാണിക്കുന്ന വലിയ ഒരു പാതകമായിരിക്കും. ക്രൂശിക്കപ്പെട്ട ആളുകൾ ക്രമേണേ മരിക്കുകയുള്ളൂ. 2 or 3 ദിവസമൊക്കെ ചിലപ്പോൾ ക്രൂശി കിടക്കും. യേശുക്രിസ്തു അതിനൊരു എക്സെപ്ഷൻ ആയിരുന്നു. അത്രയും ദിവസങ്ങൾ ക്രൂശി കിടന്നില്ല, അന്ന് തന്നെ മരിച്ചു. എന്നാൽ ക്രൂശിക്കപ്പെടുന്ന പല ആളുകളും ഈ നിലയിൽ കൈയും കാലും ഒക്കെ ആ ക്രൂശിനോട് ചേർത്ത് അടിച്ച് രക്തം ധാരധാരയായിട്ടൊക്കെ വീണ് പതുക്കെ 2 or 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വേദനയിലൂടെ കടന്നുപോയി വേണ്ടതുപോലെ ശ്വാസം കിട്ടാതെ രക്തം നഷ്ടമായി ഒക്കെ പല നിലയിലാണ്. വളരെ വേദനാജനകമായ ഒരു മരണമാണ് ക്രൂശ് മരണം. തങ്ങള് ഇഷ്ടപ്പെടാത്ത ആളുകളെ ഏറ്റവും മൃഗീയമായിട്ട് കൊല്ലുന്നത് എങ്ങനെ വേണമെന്നൊറ്റോ ഇവര് ചിന്തിച്ച് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ക്രൂശ് മരണം. അപ്പോ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നിന്നെ ക്രൂശിക്കാനാ ഞാൻ തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പം അവൻ പറയാ, പൊന്നു തിരുമേനി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പം ചക്രവർത്തി വിചാരിച്ചു, ഇവനിപ്പം കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. എന്നെ എന്ത് ചെയ്യല്ലേ, എന്നെ ക്രൂശിക്കുമൊന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലണമെങ്കിൽ കൊന്നു, പക്ഷേ ആ പൗലോസിനെയൊക്കെ ചെയ്ത പോലെ ഒരു വാള് കൊണ്ടോ വല്ലോ എന്റെ കഴുത്ത് അങ്ങ് വെട്ടിയാൽ 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുമല്ലോ. അല്ലാതെ ഇങ്ങനെ 3-4 ദിവസം അങ്ങനെ ഏതാണ്ട് പറയും എന്നാണ് ഈ ചക്രവർത്തി വിചാരിച്ചത്. പക്ഷെ പാരമ്പര്യം പറയുന്നത് പത്രോസ് ചക്രവർത്തിയുടെ നേരെ നോക്കി, ചക്രവർത്തി, ദയവ് ചെയ്ത് എനിക്കൊരു കരുണ ചെയ്യണം. അങ്ങനെ ക്രൂശിക്കാനാണല്ലോ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ക്രൂശിക്കുന്നെങ്കിൽ ദയവായിട്ട് എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ കാലുകള് ഈ ക്രൂശിക്കപ്പെടുന്ന ആളിന്റെ കൈ ഇരിക്കുന്നിടത്ത് എൻ്റെ 2 കാലുകളും വെച്ച് ആണിയടിക്കണം. എൻ്റെ മുഖം താഴോട്ട് കിടക്കണം. എന്നിട്ട് ആ കാലിന്റെ ഭാഗത്ത് എൻ്റെ മുഖം വന്ന് നിൽക്കണം. തലകീഴായിട്ട് ക്രൂശിക്കുക. നോക്കുക, സാധാരണ നിലയിൽ നേരെ ക്രൂശിച്ചാൽ തന്നെ ആളുകൾക്ക് ആ വേദന സഹിക്കാൻ വയ്യ. എന്നെ ക്രൂശിക്കല്ലേ എന്ന് പറയുമെന്ന് വിചാരിച്ചാണ് ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറയുക, ഇവൻ ധൈര്യത്തോടെ പറയുക, തിരുമേനി, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. ഉടനെ ചക്രവർത്തി ചോദിച്ചു, എന്തിനാ നിന്നെ അങ്ങനെ ക്രൂശിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, എന്നെ അങ്ങനെ തലകീഴായിട്ട് ക്രൂശിച്ചാൽ എന്നെ സ്നേഹിച്ച എൻ്റെ അരുമനാഥന്റെ കാൽപാദങ്ങൾ ഇരുന്ന സ്ഥലത്ത് എൻ്റെ മുഖം ഉരുമ്മിക്കൊണ്ട് ആ കാൽപാദങ്ങൾക്ക് ചുംബനം കൊടുത്തുകൊണ്ട് തലകീഴായിട്ട് കിടന്ന് എനിക്ക് മരിക്കാമല്ലോ. അങ്ങനൊരു സഹായം എനിക്ക് ചെയ്യണം. മനസ്സിലായോ? 2 കൈകൾ അടിക്കുന്നിടത്ത് 2 കാലുകൾ. അങ്ങനെ അവനെ ക്രൂശിക്കുമ്പോൾ അവന്റെ മുഖം താഴോട്ട് തിരിഞ്ഞ് യേശുവിൻ്റെ കാലുകളിരുന്ന ആ ആണിയടിച്ച ആ ഭാഗത്തേക്ക്, ഇത് വേറെ ക്രൂശാണ് എങ്കിലും ക്രൂശിക്കപ്പെട്ടത് തൻ്റെ അരുമനാഥൻ ക്രൂശിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പത്രോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അരുമനാഥൻ മരിച്ചതുപോലെ മരിക്കാനുള്ള ആ നിലയിലുള്ള എനിക്ക് അതിനുള്ള
അങ്ങനെ മരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചാൽ മതി. മാത്രമല്ല, എനിക്ക് മരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാൽപാദങ്ങളെ ചുംബിക്കുന്ന ആ പോസിൽ കടന്നുകൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുവെന്നും, ചക്രവർത്തി എന്ന അവൻ്റെ ഇഷ്ടം പോലെ അവനെ ചെയ്തു എന്ന് പറഞ്ഞെന്നും, അങ്ങനെ പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിക്കുക ചെയ്തതെന്നുമാണ് പാരമ്പര്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദര സഹോദരി, നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മളൊരു ബലമുള്ള ആളുകളല്ല. പത്രോസിനെ പോലോ അതിനേക്കാൾ മോശപ്പെട്ടതോ ആയ ആളുകളാണ്. പൂർണ്ണ സ്നേഹമോ പൂർണ്ണ ശക്തിയോടോ പൂർണ്ണ ആത്മാവോടോ പൂർണ്ണ മനസ്സോടോ ഒന്നും നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പ്രിയം വെച്ചിരിക്കുന്ന കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി, നമ്മുടെ ടെമ്പറമെന്റ്, ഞാൻ നിന്റെ പ്രകൃതി അറിയുന്നു, നീ പൊടിയെന്ന് ഞാൻ ഓർക്കുന്നു, നീ കടന്നു പോകുന്ന കാറ്റല്ലേ, നീ വെറും ആ നിലയിൽ ജഡമല്ലേ, നിന്നോട് മോനെ മോളെ നിന്നോട് എനിക്ക് കരുണയുണ്ട്, സ്നേഹമുണ്ട്. നീ കടന്നു പോകുന്ന വേദനയും വിഷമവും നിന്റെ കുറ്റബോധങ്ങളും നിന്റെ ടെമ്പറമെന്റിന്റെ പ്രത്യേകതകളും ഒക്കെ മറ്റാർക്കും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. ഞാൻ നിന്റെ പ്രകൃതം അറിയുന്നു, നിന്റെ ടെമ്പറമെന്റ് എനിക്കറിയാം. നമ്മളൊക്കെ വ്യത്യസ്തമായ ടെമ്പറമെന്റ് ഉള്ള ആളുകളാണ്, പ്രകൃതങ്ങളുള്ള ആളുകളാണ്. ചിലര് സ്വാഭാവികമായിട്ട് തന്നെ വളരെ ശക്തരായിരിക്കും, ചിലർ അത്രയും ആയിരിക്കേയില്ല. പ്രിയ സഹോദര സഹോദരി, നമുക്ക് നമ്മുടേതായ ചില പ്രത്യേകതകളുണ്ട്. എങ്കിലും നമുക്ക് അവനോടൊരു പ്രിയമെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ഒരു തലത്തിലേക്ക് താണു വന്ന് നമ്മളോട് ആ നിലയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. ഈ കർത്താവിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയും? ഈ കർത്താവ് നമ്മളെ ഒരു മകനെ പോലെ മകളെ പോലെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയ പിതാവാണ് എന്നുള്ള ബോധ്യത്തോടെ, ധൈര്യത്തോടെ. അതുകൊണ്ട് എനിക്ക് കൽപ്പന പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ കഴിയുന്നില്ല എന്നാണെങ്കിൽ പോലും ഒരു കുറ്റബോധം വേണ്ട. പത്രോസിനെ അവന്റെ ആ പ്രത്യേകതകൾ മനസ്സിലാക്കി സ്നേഹിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി ഒടുവിൽ അവനെ വളരെ ശക്തനാക്കി തലകീഴായിട്ട് എന്നെ ക്രൂശിച്ചാൽ മതി എന്ന് ധൈര്യത്തോടെ മരണത്തെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരാളെ പോലെ അവനെ ആക്കി തീർത്ത കർത്താവ്, ആ പരിശുദ്ധാത്മാവ് നമുക്കും സഹായിയായിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് രാവിലെ എന്താ ചിന്തിച്ചത്? കർത്തൃമേശ എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. നമുക്ക് കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിനൊരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. പക്ഷേ അതിനും നമുക്ക് പലപ്പോഴും വേണ്ടതുപോലെ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ട് നിരുത്സാഹപ്പെട്ട് കുറ്റം വിധിയിൽപ്പെട്ട പോകല്ലേ. സഹോദര സഹോദരി, നമ്മളെ നമ്മുടെ പ്രകൃതം അറിയുന്ന കർത്താവ്, നാം പൊടിയെന്ന് ഓർക്കുന്ന കർത്താവ്, അവൻ കടന്നു പോകുന്ന ഒരു കാറ്റാണ് എന്ന് കാണുന്ന കർത്താവ് നമ്മുടെ അടുത്ത് വരും, നമ്മുടെ കരത്തിൽ പിടിക്കും, നമ്മളെ ധൈര്യപ്പെടുത്തും. സ്നേഹമുണ്ടോ? കർത്താവെ, എനിക്ക് സ്നേഹമില്ല, ഒരു പ്രിയമേ ഉള്ളൂ, മതി, ആ പ്രിയമെങ്കിലും മതി എന്ന് പറഞ്ഞ് ആ നിലയിൽ നമ്മളെ തൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രിയനെയാണ് നമ്മൾ സേവിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ ഒരു ജീവിതമാണ്, സ്നേഹത്തിന്റെ ഒരു ജീവിതം. ഇതേവരെ കർത്താവ് വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ സംഭവങ്ങള്, യുദ്ധങ്ങള്, ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ കുറിച്ച് നമ്മൾ കാണുന്നല്ലോ. അതൊക്കെ തുടരുന്നതായിട്ടാ നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെയും കർത്താവിന്റെ വരവ് വളരെ സമീപമായി. നമ്മളെ സ്നേഹിച്ച കർത്താവിനെ, നമ്മൾ പ്രിയം വെച്ച കർത്താവിനെ നമ്മൾ മുഖാമുഖമായിട്ട് കാണുന്ന ദിവസങ്ങള് അടുത്തു വരുന്നു. അതുകൊണ്ട് നമുക്ക് സത്യസന്ധരായിരിക്കുക. നമുക്ക് ഇല്ലാത്തത് ഭാവിക്കണ്ട. നമുക്ക് പ്രിയമേ ഉള്ളെങ്കിൽ നമുക്ക് സ്നേഹമുണ്ടെന്ന് ഭാവിക്കണ്ട.
നമ്മൾ ഒരിക്കൽ അവനെ തള്ളി പറഞ്ഞെങ്കിൽ തള്ളി പറഞ്ഞു എന്ന് സമ്മതിക്കുക. നമ്മൾ ഒരിക്കൽ ഇത് വിട്ടിട്ട് പഴയ തൊഴിലിന് പോയവരാണെങ്കിൽ അത് കർത്താവിനോട് സത്യസന്ധമായിട്ട് സമ്മതിക്കുക. അല്ലാതെ ഇല്ലാത്തത് ഭാവിക്കണ്ട. അങ്ങനെ സത്യസന്ധതയോടെ ഒരു നിലവിളിയോടെ അടക്കി പിടിച്ച ഒരു നെടുവീർപ്പോടെ നമ്മൾ നിന്നാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഞരക്കത്തോടെ നമ്മൾ നിന്നാൽ, കർത്താവ് നമ്മുടെ അടുത്ത് വരും, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും, നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മുടെ പ്രിയത്തെ ത്യാഗപരമായ സ്നേഹമാക്കി തീർക്കും. തലകീഴായി എന്നെ ക്രൂശിച്ചാ മതി എന്ന് പറയുന്ന ആ ധൈര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവർത്തന വിധം നമ്മോട് ഓരോരുത്തരോടും വ്യത്യസ്തമാണ്. കർത്താവിന് നമ്മളെ അറിയാം. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്ലേ. കർത്താവിനെ മുറുകെ പിടിക്കുക, സ്നേഹത്തിൽ അവനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ.